Hello guys, welcome back to my YouTube channel. അപ്പം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. എനിക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എ ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ അത് ഇച്ചിരി വ്യത്യസ്തമാണ്. ബിഹൈൻഡ് ദ ഷൂട്ടും ഒരു ഷൂട്ട് ഡേയിൽ എൻ്റെ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഷൂട്ട് ഡേ. യെസ് ഗൈസ്. അപ്പം ഞാനിന്ന് ഒറ്റയ്ക്കെല്ലാം എൻ്റെ കൂടെ ജിത്തുണ്ട് ഗൈസ്, ജിത്തുണ്ട്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് എന്താ പരിപാടി, നമ്മൾ കോട്ടയത്താണ് പോകണം. ഇപ്പം ഞാൻ ഏറ്റുമാനൂരാണ് നിൽക്കുന്നത്. കാരണം ഏറ്റുമാനൂർ ടൗണാണ്. അപ്പം നമ്മൾ കോട്ടയത്താണ് ഷൂട്ട് ചെയ്യാനുള്ളത്. 2 ഷൂട്ടുണ്ട്. അപ്പം അതിന് പോകുകയാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ധൃതിയിൽ കയറിയതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം മേക്കപ്പ് ഇടാം. ഓക്കെ. ശരി ഗൈസ്. ഗൈസ് ഞാനുണ്ടല്ലോ ഐലൈനർ എടുക്കാൻ മറന്നുപോയി. എനിക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ ഐ ഹാവ് വൺ ഐഡിയ. ഇഫ് യു നോ അല്ലേ? ഗൈസ് ഐലൈനർ പകരം നമുക്കറിയാലോ ഐഷാഡോയുടെ ബ്ലാക്ക് വെച്ച് എഴുതാൻ പോവാണ്. എഴുതിയിട്ട് വരാം. ഇത് അങ്ങനെ ജിത്ത് എനിക്ക് വണ്ടി ഒതുക്കി തന്നിട്ടുണ്ട് ഐലൈനർ എഴുതാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് പിടിച്ച് സഹായിക്കാവോ? അയ്യാ ഇങ്ങനെ എഴുതാം. ഐലൈനർ ഇല്ലാത്തവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഡൺ ഗൈസ്. ഇനി നമുക്ക് ഷൂവും കൊണ്ടിടാം ഗൈസ്. ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് വഴി അറിയാം ഗൈസ്. ഇവിടുന്ന് റൈറ്റ് എനിക്കറിയാം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഷൂ ഇട്ടു മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മളിനി എത്താണ് അല്ലല്ല. അൺഫോർച്ചുനേറ്റ്ലി വഴി ഞാൻ തെറ്റിച്ചിട്ടില്ല. എനിക്കൊരു കോള് വന്നപ്പോ ഞാൻ എടുത്തു. പിന്നെ പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളപ്പോ ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് വേറെ അയ്യോ മിനിസോ ഗൈസ്, മിനിസോ. അപ്പൊ മിനിസോയിലാണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട്. ഓക്കെ, ഇതാണ്. നമുക്ക് സോഫ്റ്റ് ടോയ്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ സോഫ്റ്റ് ടോയ്സ് എടുക്കാം, എല്ലാം എടുക്കാം ഗൈസ്. ഹായ് ഗൈസ്, ഇങ്ങ് വരൂ. ഞങ്ങളപ്പം മിനിസോയിൽ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ കാണാം. ഓക്കെ, ഇനി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ കാണാം. $320 സ്ക്രൂ ഡ്രൈവർ കൊള്ളാം ഗൈസ്. മിനിയൻസിന് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും മിനിയൻസിൻ്റേത് മേടിക്കുക മിനിസോയിൽ വന്ന്. മിനിയൻ വേഴ്സസ് മിനിസോ ഗൈസ്. അപ്പം നമ്മുടെ മിനിസോയിൽ നിന്ന് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ BTS കാണിക്കാൻ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അതേ കോസ്റ്റ്യൂമൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്, ഫുള്ളി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പോണത് അരുൺ ഐസ്ക്രീം കോട്ടയത്താണ്. അത് കുടയമ്പടി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ലൊക്കേഷൻ ഇടുകയാണ്. ഓക്കെ, അപ്പം ലൊക്കേഷൻ ഇട്ട് അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. ഐസ്ക്രീമിൽ വന്നിട്ടുണ്ട്. ഇനി വ്ളോഗ് എടുത്തിട്ട് വരാം. പക്ഷെ വ്ളോഗ് അല്ലല്ലോ, വീഡിയോ എടുത്തിട്ട് വരാം. ഫ്ലേവേർഡ് ഇതെന്താ? ഇത് കേക്ക്സ് ഐസ്. ഇതൊക്കെ അല്ലേ ബോൾ ഐസ്ക്രീം. ഇത് ബോള് പോലത്തെ. ഇതൊക്കെ കുൽഫി പോലത്തെ അല്ലേ? പുള്ളപ്പ്. നമുക്ക് എടുക്കാം, വീഡിയോ എടുക്കാമല്ലോ. ഇത് മുറിക്കണം. ഇത് മുറിക്കാറായോ? ഇത് മുറിക്കാറായി. ബെൽജിയൻ ചോക്ലേറ്റ് കാണിക്കോ? എവിടെയില്ലേ? അരുൺ ഐസ്ക്രീമിലാണ്. അത് പറഞ്ഞാൽ ഹാഫ് ഡെയിലി. ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഷൂട്ടും എല്ലാം കഴിഞ്ഞ് കാറിൽ വന്നിരുന്ന് 2-3 ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴായിരുന്നു
ഞാൻ വാവായിട്ട് മൈക്കിന്റെ റിസീവർ മാത്രമേ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. മൈക്ക് എടുത്ത് പൂട്ടിക്കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് വന്നതിന്റെ ആക്രാന്തത്തിൽ ഞങ്ങൾ ജിത്തുവിന്റെ ഫോൺ അവിടെ വെച്ച് മറന്നുപോയി ഗൈസ്. അതാണ് ഞാൻ അയ്യോ ഫോൺ എന്ന് പറഞ്ഞ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചത് ഈ കാണുന്ന ലിച്ചിയുടെ ഒരു ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഒരു സ്മൈലിയുടെ ഒരു ഭയങ്കര ക്യൂട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു റെഡ് വെൽവെറ്റിന്റെ ഒരു ഐസ്ക്രീം കോൺ മേടിച്ചു. സത്യം പറയട്ടെ, അത് മറ്റേ സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 2 ആൾക്കാർക്കും സ്ട്രോബെറി ടേസ്റ്റ് ഇഷ്ടമല്ല. എന്നിട്ട് എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ ഒരു സുഖം അത്ര തന്നെ. ആക്ച്വലി എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയാണ് ഈ അരുൺ ഐസ്ക്രീമിൻ്റെ ഭയങ്കര ഫാൻസാണ്. ഞാൻ ആക്ച്വലി ഐസ്ക്രീമിനോട് അത്ര ഭയങ്കര ഐസ്ക്രീം ലവർ അല്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കില്ല. പക്ഷേ എൻ്റെ മുഖത്ത് സന്തോഷം കാണിക്കുക, ഈ സന്തോഷം എനിക്ക് ദ ലിറ്റിൽ തിങ്സ് ആ സാധനമാണ്. എനിക്ക് ആ ഐസ്ക്രീമിനകത്ത് ആദ്യമായിട്ടൊക്കെയാണ് ഈ ഇങ്ങനെ സ്മൈലിയുടെ ഫോട്ടോയും അതൊക്കെ കണ്ടിട്ടുള്ളൊരു ഐസ്ക്രീം കാണുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. എനിക്ക് ടേസ്റ്റിനേക്കാളും എൻ്റെ രൂപം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു സത്യം പറയട്ടെ ഗൈസ്, ഈ ഐസ്ക്രീം ഞാൻ ഒരെണ്ണം കഴിച്ചുള്ളൂ, പിറ്റേ ദിവസം എനിക്ക് നല്ല തൊണ്ടവേദനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന്, ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ കഴിഞ്ഞു. എൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഗൈസ്, എല്ലാവരും പോയി കാണണം കേട്ടോ. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് എന്തായാലും പൊക്കത്ത് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടുത്തെ കഴിഞ്ഞ് എല്ലാം നേരെ ഇറങ്ങുവാണ്, നേരെ ഏറ്റുമാർക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ പർപ്പിളിൽ എത്തിയിരിക്കുകയാണ്. famous purple guys അങ്ങനെ നമ്മുടെ അയ്യോ ഭയ്യ നോക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ പർപ്പിൾ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് മീറ്റ് ഓഫ് നമ്മുടെ മമ്മീനെ എല്ലാവർക്കും ഫേമസ് ആയിരിക്കും. ഐസ്ക്രീം ഗൈസ്, നമ്മൾ ഷൂട്ടിങ് വേറെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ മിനിസോയിന്നും പിന്നെ അരുൺ ഐസ്ക്രീമിൽ വന്നു, പിന്നെ ഫേമസ് ആയ നമ്മുടെ കോട്ടയത്തെ പർപ്പിൾ ബൊട്ടീക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പർപ്പിൾ ബൊട്ടീക്കിന്റെ നല്ല മഴ പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പൊ സ്റ്റേ ട്യൂൺ, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ മിക്കവാറും നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഐ ആം ദ ഹിപ്പ് ഓഫ് ഗേൾസ്. ഗൈസ്, ഇത്രയ്ക്ക് ഫ്രീഡം കിട്ടുന്ന ഈ കട വേറെ എങ്ങോല, പർപ്പിൾ ബൊട്ടീക്ക്. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സമയം എത്രയായി, ഒരു 5 മണി ആയിട്ടുണ്ട്. ഞങ്ങളിത് രാധാമ്മ അടുത്തുനിന്ന് ഫുഡ് കഴിക്കണം. രാധാമ്മ ഉണ്ട്, ജിത്തു ഉണ്ട്, ഞാനുണ്ട്. ആരാ? എൻ്റെ സബ്സ്ക്രൈബേഴ്സാ. എത്ര നാളായി കണ്ടിട്ട്? ഹായ് പറഞ്ഞേ, ഹായ് പറ. ഞാൻ കണ്ടേ, ഹായ്. എടിയേ, ഇത് വീഡിയോ ഇടാനാ. ഹായ് പറ. അതെ, ഞാൻ കണ്ടില്ല. എല്ലാരും തിരക്കാറുണ്ട് രാധാമ്മ എന്തിയെന്ന്. രാധാമ്മ ഫാൻസാ. രാധാമ്മ അപ്പൊ എല്ലാവർക്കും സുഖമാണോന്ന് ചോദിക്കുക. എല്ലാവർക്കും സുഖമാണ്. അപ്പം ഗൈസ്, അങ്ങനെ ഞങ്ങൾ കഴിക്കുക. മീൻ വറുത്തതുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, മോരുകറിയുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്. ഗൈസ്, രാധാമ്മയുടെ സ്പെഷ്യൽ ഒരുത്തന്നെ ഇവിടെ നിന്ന് കഴിക്കുന്നു. ഓക്കെ, അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തൊടുപുഴയ്ക്ക് പോവാണ്. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പം എങ്ങനെയാ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.